വളരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു വേദവാക്യമാണ് നാം വായിച്ചത്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് എന്നോട് കൈമാറിയിരിക്കുന്ന 1-2 ദൂതുകൾ നിങ്ങളിലേക്ക് കൈമാറുവാൻ ഞാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുകയാണ്. ഇന്ന് പകൽ ഈ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് എന്നോട് വ്യക്തമായിട്ട് ഇത് നിങ്ങൾക്ക് കൈമാറുവാൻ പറഞ്ഞത് പ്രകാരം ഇന്ന് രാത്രിയിൽ കൈമാറുന്നത് കൊണ്ട് ഈ ഒരു വചനം നിങ്ങൾക്കായി തുറന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആലയത്തിൻ്റെ അകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇടപെടുവാനിടയായി തീരും. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവമേ, ഇന്ന് രാത്രിയിൽ നിന്റെ പരിശുദ്ധാത്മാവ് എന്നോടൊന്ന് ഇടപെടണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം മുഴുവനും പ്രൈസ് ദി ലോർഡ് ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവമേ, ഇന്ന് രാത്രിയിൽ ഞാൻ ആലയത്തിലായിരിക്കുന്നത് പ്രൈസ് ദി ലോർഡ് എൻ്റെ ഹിതപ്രകാരമല്ല, പരിശുദ്ധാത്മാവ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് വിശ്വസിക്കുന്നവർ മാത്രമൊന്ന് രാമേം പറഞ്ഞാട്ടെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നാം വായിക്കാൻ തയ്യാറാകുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നാം പഠിക്കാൻ തക്കവണ്ണം തയ്യാറാകുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ അകത്തിൽ നിന്ന് നാം വചനത്തെ എടുത്ത് പ്രസംഗിക്കാൻ തക്കവണ്ണം തയ്യാറാകുമ്പോൾ പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവ് ദൈവം ശക്തിയായിട്ട് ഇറങ്ങുവാനിടയായി തീരും. ഇന്ന് രാത്രിയിലും ഞാൻ ഒന്ന് ഉറച്ചു വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായിട്ട് ഇടപെടുവാൻ തക്കവണ്ണം തയ്യാറാകും. ഒരു നിമിഷം കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ. പിതാവ് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന നിയോഗത്തോടു കൂടി കർത്താവിൻ്റെ ജനത്തിനു വേണ്ടി ഈ വചനം തുറക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രിയിൽ ആലയത്തിലായിരിക്കുന്ന ജനത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമാറാക്കണമേ. മാനുഷിക ശബ്ദമല്ല, ഒരു ദൈവത്തിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഇന്ന് രാത്രിയിൽ കർത്താവ് ആലയത്തിലായിരിക്കുന്ന, കർത്താവ് ഓൺലൈനിലായിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരോടും കർത്താവ് കൈമാറേണ്ടതിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സകലതും യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. വളരെ പ്രാർത്ഥനയോടുകൂടി ദൂതുകൾ വരുമ്പോൾ നിങ്ങളതിനെ ആത്മാവിൽ സ്വീകരിച്ചാൽ വിടുതലുണ്ടാകും. എല്ലാ പ്രാവശ്യം എല്ലാ ദിവസം വരുന്നു പോകുന്നു എന്നതിനേക്കാൾ ഉപരിയായി എന്തെങ്കിലും ഒന്ന് പ്രാപിച്ച് നിങ്ങൾ മടങ്ങാൻ തയ്യാറാകണം. ദൈവസന്നിധിയിൽ വെറുതെ വന്ന് ഇരിക്കാതെ അതരങ്ങളെ തുറന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം പറയാൻ തയ്യാറാകണം. കൈകൾ ഉണ്ടെങ്കിൽ കരങ്ങളെ തട്ടി രാമേം പറയാൻ തയ്യാറാകണം. ഇന്ന് പകൽക്കാലം വിടുതലുകൾ നിങ്ങളുടെ കരത്തിലിരിക്കുകയാണ്. നിങ്ങൾ തീരുമാനിച്ചോ, നിങ്ങൾക്ക് വിടുതൽ വേണമോ വേണ്ടയോ? നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ സാഹചര്യത്തിൻ്റെ അകത്തു നിന്ന് നിങ്ങൾക്ക് പുറത്തു വരണമോ വേണ്ടമോ? നിങ്ങൾക്ക് തീരുമാനിക്കാം വാഗ്ദത്തം പ്രാപിക്കണമോ വേണ്ടയോ? ഇന്ന് രാത്രികാലം സകലതും നിങ്ങൾക്കായി വിട്ടുതരികയാണ്. വചനം പറയുന്നു, ജീവനും മരണവും നിങ്ങളുടെ നാവിൻ്റെ അധികാരത്തിലിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ അധികാരമുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് കൈമാറുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ പ്രാരംഭം മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചല്ലോ. കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അപ്പൊ കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ദൈവ ഭക്തനായിരുന്നു എന്ന് വചനം വ്യക്തമായിട്ട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവ ഭക്തനാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ കൈമാറുകയാണ് നിങ്ങളോട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഭക്തനായിട്ടിരിക്കാനാണ്. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഭക്തയായിട്ടിരിക്കാനാണ്. ലോകത്തിൽ ലോകക്കാരോട് കൂടെ ജയിച്ച് സന്തോഷിച്ച് സുഖിച്ച് ജീവിച്ച് മരിക്കാനല്ല, വിവാഹത്തിന് കൊടുത്തും കൊണ്ടും വാങ്ങിയും കൊടുത്തും ജീവിക്കുവാനല്ല. ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഭക്തനാകുവാൻ, ദൈവത്തിന്റെ ഭക്തയാകുവാനാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ രാമേം പറ. പ്രൈസ്. ഇന്ന് രാത്രിയിൽ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? എൻ്റെ ജീവിതം കൊണ്ടൊക്കെ എന്താ അർത്ഥമുള്ളത്? ഞാൻ മറ്റുള്ളവർക്കൊരു ശല്യമാണല്ലോ, ഞാൻ ഭൂമിക്ക് ഭാരമാണല്ലോ, എൻ്റെ മാതാപിതാക്കൾക്ക് ഞാനൊരു പ്രയാസമാണല്ലോ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനൊരു പ്രയാസമാണല്ലോ. അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറാം. ദൈവത്തിൻ്റെ ഭക്തനായിരിക്കാൻ, ദൈവത്തിൻ്റെ മകനായിരിക്കാൻ, ദൈവത്തിൻ്റെ ഭക്തിയായിരിക്കാൻ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതം ഭൂമിയിൽ വൃഥാവല്ല, നിങ്ങളുടെ ജനനം ഭൂമിയിൽ അത് വൃഥാവല്ല. ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രികാലം എൻ്റെ ജീവിതം നശിച്ചെന്ന് പറഞ്ഞ് ദുഃഖിച്ചിരിക്കുന്ന നിങ്ങളോട് തന്നെയാണ് ദൂത്. നിങ്ങളുടെ ജീവിതം നശിക്കാനുള്ളതല്ല, അത് ദൈവരാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. വിശ്വസിക്കുന്ന രാമ്യം പറഞ്ഞാട്ടെ, ദൈവസഭ രാമ്യം പറഞ്ഞാട്ടെ.
Praise, hallelujah. അപ്പോൾ അദ്ദേഹം ആരായിരുന്നു? ദൈവഭക്തനായിരുന്നു. ആ ദൈവഭക്തന്റെ ഒരു ഗുണം ഒന്ന് നോക്കണമേ. അടുത്ത വാക്ക്, തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു ദൂതുണ്ട്. ഇന്ന് രാത്രിയിൽ ചില കുടുംബങ്ങൾക്കകത്ത് പ്രൈസ് ചില പ്രിയപ്പെട്ടവരെ കൂടി ദൈവരാജ്യത്തിലേക്ക് അടുപ്പിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടും. കുടുംബമായി ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. നിങ്ങളൊരു ഭക്തനായിരുന്നോ? നിങ്ങളുടെ കുടുംബം രക്ഷയിലേക്ക് കടന്നു വരും. നിങ്ങളൊരു ഭക്തയായിട്ട് ജീവിച്ചോ? യേശുവിന്റെ ഭക്തയായി നിങ്ങൾ ജീവിച്ചോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കുടുംബം മുഴുവനും രക്ഷപ്പെടുവാനിടയായി തീരും. ഞാൻ രക്ഷപ്പെട്ടതാ, എൻ്റെ കുടുംബ രക്ഷയിലേക്ക് വന്നതാ. ഞാൻ എൻ്റെ ഭർത്താവ് വിശ്വാസത്തിൽ വന്നതാണ്, എൻ്റെ ഭാര്യ വിശ്വാസത്തിൽ വന്നതാണ്, ഞങ്ങൾ കുഞ്ഞുങ്ങൾ വിശ്വാസം വന്നതാണ്, ഞങ്ങളെല്ലാം സ്വസ്ഥമായിരിക്കുന്നു. അതുകൊണ്ട് ആമേൻ വേണ്ട. അങ്ങനെയല്ല, നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി ഒരു ആമേൻ പറയാമോ? ആ കുടുംബം കൂടി രക്ഷയിലേക്ക് വരുമെന്ന് കേൾക്കുമ്പോൾ ഒരാമേൻ പറയാമോ? പ്രൈസ് ദി ലോർഡ്. സ്വാർത്ഥരാകാതെ ആ നാരോ മൈൻഡ് ഒന്ന് മാറിയിട്ട് ആ ബ്രോഡ് മൈൻഡിലേക്കൊന്ന് തിരിച്ചു വാ. ദൈവത്തിൻ്റെ ഹിതത്തിലേക്കൊന്ന് തിരിച്ചു വാ. നശിച്ചു പോകുന്ന ജനത്തെക്കുറിച്ച് ഒരു ഭാരമുള്ള ആത്മാവാണ് എന്റെയും നിങ്ങളുടെയും അകത്തിരിക്കുന്നത്. അതുകൊണ്ട് ജനം വിടിവിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഹൃദയത്തിന്റെ അകത്തിൽ നിന്ന് ആത്മാവിൽ നിന്നുകൊണ്ട് ആമേൻ പറയാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നശിച്ചു പോകുന്ന ജനത്തെക്കുറിച്ച് ഭാരമുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവമാണ് നമ്മുടെ അകത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. രാത്രികാലം കുടുംബമായി ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് വഴികളെ തുറക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മദ്യപാനിയായിരിക്കുന്ന ഭർത്താവുള്ള ചില ഭാര്യമാരെന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ വചനം വിശ്വസിച്ചോ? വചനം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. മദ്യപാനം മാറിയിട്ട് നിങ്ങളോട് കൂടെ പ്രാർത്ഥിക്കുവാൻ അദ്ദേഹം പായയിലിരിക്കും. വിശ്വസിക്കുന്ന ഒരു രാമേൻ പറ. പ്രൈസ് ദി ലോർഡ്. കൊർന്നല്യൂസ് അദ്ദേഹം ദൈവത്തെ ഭക്തനായിരുന്നു. തൻ്റെ സകല കുടുംബത്തോടും കൂടെ പ്രൈസ് ദി ലോർഡ് ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. ഭക്തനൻ അല്ലെങ്കിൽ ഭക്ത എന്ന് പേരുള്ളവരുടെ ഫസ്റ്റ് ക്വാളിറ്റി എന്തായിരിക്കണം? ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം. ദൈവത്തെ എന്താകണം? ഭയപ്പെടുന്നവരായിരിക്കണം. ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെയും എന്ത് ചെയ്യുമ്പോഴും എന്ത് പറയുമ്പോഴും ദൈവത്തെ ഭയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. കാണുന്നൊരു ദൈവമുണ്ട്, കേൾക്കുന്നൊരു ദൈവമുണ്ട്. ദൈവത്തെ ഭയപ്പെടുവാനിടയായി തീരണം. ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. സാഹചര്യങ്ങളെ കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ആര് കണ്ടില്ലെങ്കിലും ആരറിഞ്ഞില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ് വെള്ള പൂശാൻ എന്തൊക്കെ ചെയ്താലും ഏത് രഹസ്യങ്ങളെയും അറിയുന്ന ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. അവൻ്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നുമായി കിടക്കുന്നു. അവനെ ഒളിക്കുവാൻ ഭൂമിയിൽ ഒരിടമില്ല കേട്ടോ. അവൻ കാണാത്തൊരിടം ഭൂമിയിലില്ല. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടണം. കൊർന്നല്യൂസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ കാണിച്ചെന്ന മാതൃകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ ഭയപ്പെടണം. പ്രൈസ്. നമുക്കൊക്കെ പേടി ഭർത്താക്കന്മാരെയാണ്, അല്ലെങ്കിൽ പ്രൈസിലോട് സ്ട്രോങ് ആയ ഭാര്യമാരെയാണ്, അല്ലെങ്കിൽ സാമ്പത്തികമുള്ള മക്കളെയാണ്. പ്രൈസ് ദി ലോർഡ് അല്ലേ? ഇങ്ങനെ നമുക്കൊക്കെ പേടിയുള്ളത്. അല്ലെങ്കിൽ മദ്യപിച്ച് വരുന്ന മകൻ അടിക്കുമോ, ഭർത്താവ് അടിക്കും, ഇങ്ങനെയൊക്കെ നമുക്ക് ഭയം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടുവാനിടയായി തീരണം. നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ടാൽ ഭൂമിയിലെ ഒന്നിനും ഭയപ്പെടേണ്ടി വരത്തില്ല. സകലതും നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തുവാനിടയായി തീരും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ്. നോക്കിക്കേ, അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. ഒന്നാമത്തെ ഒരു ക്വാളിഫിക്കേഷൻ, ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. 2, ജനത്തിനു വളരെ ധർമ്മം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു. അപ്പം മറ്റുള്ളവരെ സഹായിക്കുവാൻ മനസ്സുള്ളവനായിരിക്കും ഒരു ദൈവ പൈതൽ. അല്ലേ? മറ്റുള്ളവരെ കരുതുവാൻ മനസ്സുള്ളവരായിരിക്കും ദൈവഭക്തൻ. പ്രൈസ് ദി ലോർഡ്. മറ്റൊരുവന്റെ കഷ്ടതയിൽ അത് കണ്ടിട്ടില്ലെന്ന് നടിക്കുന്നവനല്ല, ആ കഷ്ടതയിൽ അവരെ ചേർത്ത് പിടിക്കുവാൻ മനസ്സുള്ളവനായിരിക്കും ദൈവ പൈതൽ. ഇന്ന് രാത്രിയിൽ ഞാൻ അഭിഷേകത്തോടു കൂടി കൈമാറുകയാണ്. കൊർന്നല്യോസ് എന്ന് പറയുന്ന ദൈവഭക്തൻ, അവൻ ദൈവത്തെ ഭയപ്പെടുകയും പ്രൈസ് ദി ലോർഡ് അവൻ പരോപകാരി കൂടിയായിരുന്നു. അവൻ ദാനം കൊടുക്കുന്നവനായിരുന്നു. അവൻ
ധർമ്മം കൊടുക്കുന്നവനായിരുന്നു, സഹായിക്കാൻ മനസ്സുള്ളവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ പൈതൽ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവാം ദൈവം അകത്തുള്ളവൻ്റെ ഒരു പ്രത്യേകതയാണ്, അവൻ സഹായിക്കാൻ മനസ്സുള്ളവനായിരിക്കും. ഇന്ന് രാത്രികാലം മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനസാന്തരത്തിൻ്റെ അളവ് ഒന്നുകൂടി പരിശോധിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പോയൊരു പോകെ മാനസാന്തരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇത് വചനമാകട്ടോ, ഇത് വചനമാണ്. ഇതിൻ്റെ അകത്ത് മായം ചേർത്ത് കൊണ്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു ദൈവഭക്തന് കഴിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ കഷ്ടതയിൽ അവനെ ചേർത്ത് പിടിക്കണം. അവൻ പട്ടിണിയുടെ അനുഭവത്തിൽ പോകുകയാണോ, അവനെ കണ്ടില്ലെന്ന് നടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. കോടികൾ ഉള്ളവൻ ഭാഗ്യവാനെന്നല്ല പറഞ്ഞത്. മാസം 10 ലക്ഷം സാലറി മേടിക്കുന്നവൻ ഭാഗ്യവാനെന്നല്ല പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. പറഞ്ഞാട്ടെ, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ആ വെളിപ്പാട് അകത്ത് കത്തിവർക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ എളിയവനെ ആദരിക്കുവാനുള്ള അസാധാരണമായിരിക്കും ദൈവകൃപ നമ്മളിൽ വ്യാപരിപ്പാനിടയായി തീരണം. നോക്കിക്കേ, അദ്ദേഹം ദൈവഭക്തനായിരുന്നു, ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം എന്തായിരുന്നു? ധർമ്മം കൊടുക്കുന്നവനായിരുന്നു. അടുത്തത്, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളെപ്പോലെ അല്ലെന്നർത്ഥം അല്ലേ? എപ്പോഴും ദൈവത്തെ പ്രാർത്ഥിച്ചും പോന്നു. ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റീസിൽ ഒരു ക്വാളിറ്റിയാണ് അവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ സംബന്ധിച്ച് ഒരു പ്രഭാത പ്രാർത്ഥന, ഒരു സന്ധ്യ പ്രാർത്ഥന തീർന്നു. അതിൻ്റെ ഇടയ്ക്ക് എത്ര സമയം കിട്ടിയാലും പ്രാർത്ഥിക്കത്തില്ല, ബൈബിളും വായിക്കത്തില്ല. ഒന്നെങ്കിൽ ഫോണിലായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിലായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ മറ്റെവിടെയും യാത്രയിലായിരിക്കും. പ്രിയമുള്ളവരെ, നമുക്കൊരു സമയം കിട്ടിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനുള്ള മനസ്സ് ഒരു ദൈവ പൈതലിനുണ്ടായിരിക്കണം, ഒരു ദൈവ ഭക്തനുണ്ടായിരിക്കണം. നോക്കുക, എപ്പോഴും പ്രാർത്ഥിച്ചു പോന്നു. അപ്പോൾ പ്രാർത്ഥനയുടെ ആത്മാവ് ഒരു ദൈവ പൈതലിനുണ്ടായിരിക്കണം. യേശു തന്നെ കാണിച്ചു തന്നിരിക്കുന്ന ഒരു മാതൃകയാണ് പ്രാർത്ഥന, അല്ലേ? നമുക്ക് വേദപുസ്തകം പഠിച്ചവർക്കറിയാം, അല്ലെങ്കിൽ വേദപുസ്തകം ദിവസവും വായിക്കുന്നവർക്കറിയാം, യേശു പോലും പ്രാർത്ഥിക്കുവാൻ സമയങ്ങളെ വേർതിരിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷ ചെയ്യുന്നതിനേക്കാൾ അധികമായി അവൻ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ശുശ്രൂഷ ചെയ്യുമ്പോഴും പ്രൈസ് ദി ലോർഡ് തൻ്റെ സമയങ്ങൾ, പ്രാർത്ഥനയ്ക്കുള്ള സമയം കർത്താവ് പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെച്ചിരുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാൽ കൈമാറുകയാണ്. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, ആരാധനയുടെ സമയങ്ങൾ പ്രൈസ് ദി ലോർഡ് മോഷ്ടിച്ച് നിങ്ങൾ എന്ത് ചെയ്താലും അത് വിജയിക്കത്തില്ല. ആരാധനയുടെ സമയം കളഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്താലും അത് ശപിക്കപ്പെട്ടിരിക്കും. ഇന്ന് രാത്രികാലം ശാപത്തിൻ്റെ വാക്കുകളല്ല കൈമാറുന്നത്, ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. ദൈവത്തിൻ്റെ സമയത്തെ അത് പിടിച്ചു വെച്ചുകൊണ്ട് എന്ത് ചെയ്താലും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഗുണമുണ്ടാകത്തില്ല. ശബത്ത് അത് ആചരിക്കുക തന്നെ വേണം. പ്രൈസ് ദി ലോർഡ്. ആരാധന അത് നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. കോടികൾ തരാമെന്ന് പറഞ്ഞാലും ആരാധന സമയങ്ങൾ നിങ്ങൾ വിട്ട് കളയരുത്. ദൈവത്തിനുള്ള സമയം നിങ്ങൾ ദൈവത്തിന് കൊടുക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. വിരോധമില്ലെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. എന്നോട് ദേഷ്യമില്ലെങ്കിലും എന്നൊരു സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലെ പ്രൈസ് ദി ലോർഡ്, എൻ്റെ നാട് മലപ്പുറം നിലമ്പൂരാണ്. പ്രൈസ് ദി ലോർഡ്. നിലമ്പൂർ ഞങ്ങളുടെ ചർച്ചിൽ ഈ രാജൻ എന്ന് പറയുന്ന ഒരു ബ്രദർ ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല അദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്ന്. രാജൻ എന്ന് പറയുന്ന ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദൈവത്തോടുള്ള ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ദൈവത്തോടുള്ള ആ ഒരു ആത്മാർത്ഥത, ഇത് വാക്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുവാനിടയായി തീർന്നു. അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം നല്ലൊരു ദൈവഭക്തനാണ്. എന്തെല്ലാം പ്രയാസങ്ങളും കഷ്ടങ്ങൾ വന്നാലും ദൈവത്തെ മുറുകെ പിടിച്ച് ഇന്നയോളം ജീവിച്ച ഒരു മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാം, അദ്ദേഹം പലപ്പോഴും സാക്ഷ്യത്തിൽ പറയാറുണ്ട്, വിദേശത്തേക്ക് പോകാനുള്ള ഇൻ്റർവ്യൂസ് മിക്കപ്പോഴും വരുന്നത് സൺഡേയിലായിരിക്കും. അദ്ദേഹം ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, സൺഡേ ആരാധന സമയത്ത് വരുന്ന ഒരു ഇൻ്റർവ്യൂക്ക് ഞാൻ പോകത്തില്ല. ആ ജോലി എനിക്ക് വേണ്ട. ലക്ഷങ്ങൾ തരാമെന്ന് പറഞ്ഞാലും ആ ജോലി എനിക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്.
അതാണ് ഒരു ദൈവഭക്തൻ എന്നുള്ളതിൻ്റെ തെളിവ്. പ്രൈസ് ദി ലോർഡ്. 1 കോടി തരാമെന്ന് പറഞ്ഞാലും ആരാധിക്കാനുള്ള 2.5 മണിക്കൂർ സമയം അദ്ദേഹം മാറ്റിവെച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് പോലും സുവിശേഷം പറയും. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന് ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു അഭിഷേകത്തെ ദൈവം പകർന്നിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളോട് കൈമാറുകയാണ്. ആരാധനാ സമയങ്ങൾ കവർന്നെടുക്കരുത്. ആരാധനാ സമയങ്ങൾ കവർന്നെടുത്തുകൊണ്ട് നിങ്ങൾ ഒരു ജോലിക്കും പോകല്ല, മറ്റൊരു കാര്യത്തിന് നിങ്ങൾ പോകല്ല. വീട് തപ്പാനായിരിക്കാം, ലോൺ ചോദിക്കാനായിരിക്കാം, കടം തരാമെന്ന് പറഞ്ഞത് കടം മേടിക്കാനായിരിക്കാം, കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് പെണ്ണ് കാണാൻ വരുന്ന പോകാനായിരിക്കാം, ചെറുക്കം വരാമെന്ന് പറഞ്ഞ ദിവസമായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ. ആരാധനയുടെ ദിവസത്തിൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കണം. ഫ്രീ ആയിട്ടിരിക്കണം മീൻസ് ആരാധനാ സമയത്ത് ആലയത്തിൽ നിങ്ങളെ കണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം വെളിപ്പാട് അകത്ത് കത്തിവർക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പോകട്ടെ വേഗത്തിൽ. എപ്പോഴും പ്രാർത്ഥിച്ചും പോന്നു. നോക്കിക്കേ, അടുത്ത വാക്ക്. അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ വരുന്നത് സ്പഷ്ടമായി കണ്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കിക്കേ, സമയം പകൽ 9 മണി നേരം. അപ്പോൾ അദ്ദേഹം എപ്പോഴും പ്രാർത്ഥിച്ചു പോന്നിരുന്നു എന്ന വാക്കിനെ അണ്ടർലൈൻ ഇടുകയാണ്. 9 മണി നേരത്ത് ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ വരുന്നത് അവൻ സ്പഷ്ടമായിട്ട് കണ്ടു. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാൽ കൈമാറുകയാണ്. പ്രാർത്ഥിക്കുന്നവൻ കാണുന്നതാണ് ദൈവത്തിന്റെ ദൂതനെ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവനക്ക് വേണ്ടിയും ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുവാൻ തക്കവണ്ണം തയ്യാറാകുമെന്ന് പ്രാർത്ഥിക്കുന്നവനക്കുള്ളതാണ് ദർശനം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദർശനത്തിന് ഞാൻ കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്നവനക്കുള്ളതാണ് ദർശനം. പ്രാർത്ഥിക്കുന്നവന് വേണ്ടിയാണ് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ യെസ് എന്ന് പറ, ഒരാമേൻ പറ. യെസ്, ദൈവത്തിന്റെ ദൂതനുമായി എനിക്കൊരു എൻകൗണ്ടർ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. സമയങ്ങളെ വേർതിരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങും. ദർശനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. പ്രാർത്ഥിക്കുന്നവർക്കുള്ളതാണ് ദർശനം. നോക്കിക്കേ, കൊർന്നല്യോസ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവൻ ദൈവദൂതൻ തൻ്റെ അടുക്കൽ വരുന്നത് സ്പഷ്ടമായിട്ട് കണ്ടു. എങ്ങനെ കണ്ടു? സ്പഷ്ടമായിട്ട് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ദർശനം പ്രാർത്ഥിക്കുന്നവനക്ക് വേണ്ടി ദൈവം കൈമാറും. ഇന്ന് രാത്രികാലം ദർശനത്തിൻ്റെ ഒരാത്മാവിനെ കർത്താവ് കൈമാറുക കേട്ടോ. ദർശനത്തിൻ്റെ ഒരാത്മാവിനെ കർത്താവ് കൈമാറുകയാണ്. വിശ്വസിക്കുന്ന രാമേ പറഞ്ഞോ, വിശ്വസിക്കുന്ന രാമേ ഭര, വിശ്വസിക്കുന്ന രാമേ ഭര. ദർശനത്തിന് പ്രൈസ് ദി ലോർഡ്, അങ്ങനെ ഒരു ആത്മാവിനെ കർത്താവ് കൈമാറുകയാ. ദൈവദൂതൻ തന്റെ അടുക്കൽ വരുന്നത് സ്പഷ്ടമായി കണ്ടു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്ക്, കാണുക മാത്രമല്ല, കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവൻക്കുള്ളതാ ദൈവശബ്ദം. നീക്കൊരു സന്തോഷമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥിക്കുന്നവനക്കുള്ളതാണ് ദൈവശബ്ദം. ഞാനൊരു ദൈവശബ്ദം കേൾക്കുന്നില്ലല്ലോ എന്നാരെങ്കിലും പറയുന്നെങ്കിൽ പ്രാർത്ഥിക്കാൻ മണിക്കൂറുകൾ സമയങ്ങളെ ദൈവസന്നിധിയിൽ ചെലവഴിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന കോടാനുകോടി ജനങ്ങളുള്ളപ്പോൾ പ്രാർത്ഥിക്കാത്ത നിങ്ങൾക്ക് എവിടുന്നാണ് പ്രൈസ് ദി ലോർഡ് വെളിപ്പാടുണ്ടാകുന്നത്? ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. പ്രാർത്ഥിക്കുന്നവനക്കുള്ളതാണ് ദൈവശബ്ദം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ പിശാചിനെ സ്വപ്നം കാണുന്നവരുണ്ട്, പിശാച് പറയുന്നത് കേൾക്കുന്നതുണ്ട്. എന്താ ദൈവം പറയുന്നത് കേൾക്കാത്തത്? പിശാച് വെളിപ്പെട് വരുവാൻ, പിശാചിൻ്റെ ശബ്ദം കേൾക്കാൻ പ്രത്യേകിച്ച് ഒരു കൃപയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ കൃപ ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ കൃപ ആവശ്യമുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അവൻ തന്നെ കൊർന്നല്യോസ് എന്ന് തന്നോട് പറയുന്നതായിട്ടുള്ള ശബ്ദവും കേട്ടു. അതായത് പ്രൈസ് ദി ലോർഡ്, അവന് സ്പിരിച്വൽ ഇയേഴ്സ്, പ്രൈസ് ദി ലോർഡ്, അത് ഓപ്പൺ ആയിരുന്നു. ആത്മീക ചെവി അത് ഓപ്പൺ ആയിരുന്നെന്ന്. ഇന്ന് രാത്രികാലം ഓപ്പൺ ആകാത്ത ചിലത് ഓപ്പൺ ആകും കേട്ടോ. ഓപ്പൺ ആകാത്ത ചിലത് ഓപ്പൺ ആകും. പുതിയ ബിഗിനിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവ് കൈമാറുകയാണ്. പുതിയ ചിലത് ഓപ്പൺ ആകും. ആത്മാവിൽ പരിശുദ്ധാത്മ പറയുന്നു, പുതിയ ചില ശുശ്രൂഷകൾ ഓപ്പൺ ആകാൻ പോകുകയാണ്. ആത്മമണ്ഡലം തുറക്കപ്പെടുകയാണ്. ആത്മമണ്ഡലം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ അകത്ത് അതുപോലെ തന്നെ നടക്കട്ടെ. പ്രൈസ്
കൊർന്നല്യോസ് എന്ന തന്നോട് പറയുന്നതും കേട്ടു. പ്രൈസ്. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. പ്രൈസ്. അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്കല്ലേ, ഒരു ദൈവഭക്തനെ സന്തോഷിപ്പിക്കുന്നൊരു വാക്ക്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഞാൻ പറയാം, പ്രൈസ് ദി ലോർഡ്, പോളച്ചായ നിങ്ങളോട് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ പ്രാർത്ഥനയും ധർമ്മവും ദൈവസന്നിധിയിൽ എത്തുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകത്തില്ലേ? നോക്കിക്കേ, പേര് വിളിച്ചിട്ട് പറയുകയാണ് അല്ലേ, പേര് വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? നിങ്ങളുടെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിക്കാത്തവൻ്റെ അത് എവിടെ എത്തിക്കാണും? ഇപ്പോൾ ധർമ്മം കൊടുക്കാത്തവൻ്റെ സ്ഥിതി ഒന്ന് നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. രാത്രിയിൽ മനസ്സിലായവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നിങ്ങൾ ധർമ്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണുന്നൊരു ദൈവമുണ്ടെന്ന് നിങ്ങൾ തന്നെ 10 ആളോട് പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരായിരിക്കും നമ്മുടെയൊക്കെ ആഗ്രഹമുണ്ട്, 1000 രൂപ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് 10,000 പേരൊന്ന് അറിയണമെന്ന് അല്ലേ? മനുഷ്യ സഹജമാണ്, ഞാൻ കുറ്റം പറയണമെന്നൊന്നുമില്ല. 10,000 നമ്മൾ രൂപ ആർക്കെങ്കിലും കൊടുത്തെങ്കിൽ അത് 1,00,000 പേരെങ്കിലും അറിയണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ആരോടും പറയരുതെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പറയും 10,000 പേരോട് അല്ലേ? പ്രൈസ് ദി ലോർഡ്. നോക്കിക്കും, ആരോടും പറയേണ്ട കാര്യമില്ല, കാണുന്നൊരു ദൈവമുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൂതൻ പറയുകയാണ്, നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പറയാം, നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഏത് വിഷയത്തിൻ്റെ അകത്താണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്? നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. റോസി ആൻറ്റി നിങ്ങൾ വിശ്വസിച്ചോ? ലക്കി ആൻറ്റി നിങ്ങൾ വിശ്വസിച്ചോ? ജിജി ആൻറ്റി നിങ്ങൾ വിശ്വസിച്ചോ? സുമയാൻറ്റി നിങ്ങൾ വിശ്വസിച്ചോ? സെബാസ്റ്റ്യൻ അങ്കിളെ നിങ്ങൾ വിശ്വസിച്ചോ? സാബുങ്കളെ നിങ്ങൾ വിശ്വസിച്ചോ? നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയെന്ന്, നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയെന്ന്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ധർമ്മം കൊടുത്തത്, നിങ്ങൾ സ്വോത്ര കാഴ്ച കൊടുത്തത്, നിങ്ങൾ ദശാംശം കൊടുത്തത്, പ്രൈസ് ദി ലോർഡ്, ദൈവസന്നിധിയിൽ എത്തിയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഷേളി ആൻറ്റി നിങ്ങൾ വിശ്വസിച്ചോ? ജോണങ്കളെ നിങ്ങൾ വിശ്വസിച്ചോ? ശാന്തമമ്മി നിങ്ങൾ വിശ്വസിച്ചോ? പ്രൈസ് ദി ലോർഡ്. അഖിൽ ബ്രദറെ നിങ്ങൾ വിശ്വസിച്ചോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വഴി തുറന്നെന്ന്, നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തിയെന്ന് നിങ്ങളൊന്ന് വിശ്വസിച്ചേ, നിങ്ങളൊന്ന് വിശ്വസിച്ചേ. അനുസുസ്ര നിങ്ങളൊന്ന് വിശ്വസിച്ച്, ഫിലിപ്പച്ചായ നിങ്ങളൊന്ന് വിശ്വസിച്ച്, റിഖാര ഘടക സിയാർത്ഥനാദിയ നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയെന്ന്, നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയെന്ന്. നിങ്ങൾ ദശാംശം കൊടുത്തത് ദൈവം അറിഞ്ഞെന്ന്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സ്വോത്ര കാഴ്ച കൊടുത്തത് ദൈവം അറിഞ്ഞെന്ന്, നിങ്ങളെ ദൈവം അറിഞ്ഞെന്ന്. ഞാൻ എന്നോട് തന്നെ പറയട്ടെ, സിനി നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയിരിക്കുന്നു. ആഹാ, പ്രൈസ് പ്രൈസ് ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തെ വില കുറച്ച് കാണല്ലേ, നമ്മുടെ ദൈവത്തെ വില കുറച്ച് കാണല്ലേ. അവന് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഈ ഉലകത്തിലില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ മനസ്സിലായവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കാലം ഈ ഫാൻ വേഗത്തിലൊന്ന് മാറണം, AC പിടിക്കട്ടെ. ദൈവസഭ രാമേൻ പറഞ്ഞാട്ടെ. ഈ ഫാൻ ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ട് ഷോൾ എപ്പോഴും തലേന്ന് ഊരിപ്പോരുകയാ. പ്രൈസ് ദി ലോർഡ്. ഒരു 2 AC നമുക്കൊന്ന് പിടിപ്പിക്കണം. നിങ്ങൾക്ക് അസൂയില്ലെങ്കിൽ ഒരു സ്വോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഓൺലൈനിൽ ഇരിക്കുന്നവരൊന്ന് സ്വോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവസഭയ്ക്ക് വേണ്ടി 2 AC വാങ്ങിത്തരാമെന്ന് നിങ്ങൾ ഹൃദയത്തിലൊന്ന് വിചാരിച്ചില്ലേ? അത് തന്നെ ദൈവം അറിഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തി. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്ക് ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അപ്പൊ പ്രാർത്ഥിക്കുന്നവനോട് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയിട്ട് അവനോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വിളിക്കണം. അപ്പോൾ ഒരുവന്റെ പേര് ദൂതൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവൻക്ക് വേണ്ടി ദൈവം ചില പേരുകളെ വെളിപ്പെടുത്തുന്ന ശുശ്രൂഷകൾ കൈമാറുമെന്ന്. ഒരു ദൈവദാസൻ, ഒരു അഭിഷിക്തൻ, ഒരു പ്രവാചകൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പേര് വിളിച്ചു പറഞ്ഞെങ്കിൽ അത് മുമ്പേ അറിഞ്ഞതാണെന്ന് പറയാതെ, അറിയത്തില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. മുമ്പേ അറിഞ്ഞതാണെന്ന് പറയാതെ ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. വചനം വ്യക്തമായിട്ട് പറയുന്നു, ദൈവഭക്തനായിരുന്ന, ദൈവത്തെ ഭയപ്പെട്ടിരുന്ന, എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന കൊർന്നല്യോസിന് വേണ്ടി ദർശനത്തിൽ ദൂതൻ ഇറങ്ങിയിട്ട് മറ്റൊരു അഭിഷിക്തന്റെ പേര് വെളിപ്പെടുത്തി കൊടുത്തു. നീ
ഈ പത്രോസ് എന്ന് പേരുള്ള ശീമോനെ നീ വിളിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പേര് പറഞ്ഞു കൊടുക്കുന്ന ദൈവം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, വിളിക്കുക മാത്രമല്ല, അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നിവരോട് കൂടെ പാർക്കുന്നു. അപ്പോൾ അവന്റെ സ്ഥലം എവിടെയാണ്, അവന്റെ വാസസ്ഥലം എവിടെയാണെന്നും ദൂതൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നില്ല. അവന്റെ വീട് കടൽ പുറത്താകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പേര് പറഞ്ഞു കൊടുത്തു, ആരോട് കൂടെ താമസിക്കുന്നു പറഞ്ഞു കൊടുത്തു, എവിടെയാണെന്നും പറഞ്ഞു കൊടുക്കുവാനിടയായി തീർന്നു. ഇങ്ങനെ ചില ശുശ്രൂഷകൾ ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നതിന്റെ മേൽ സ്വർഗത്തിലെ ദൈവം കൈമാറുവാനിടയായി തീരും. പുതിയ ശുശ്രൂഷകൾ ആഗ്രഹിക്കുന്ന, പുതിയ റിലങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന, പുതിയ ഹെവൻലി റിലങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഇന്ന് രാത്രികാലം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ അകത്ത് പ്രൈസ് ദി ലോർഡ് 5-6 വാക്യത്തിൽ കാണുന്ന ആ ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ ഇന്ന് രാത്രിയിൽ ദൈവം ചിലതിനെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറ. പ്രൈസ് പ്രൈസ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, സീനിയർ സിസ്റ്റർ ഇങ്ങനെ തൊണ്ട പൊട്ടിക്കല്ലേ, ഞങ്ങൾ ഇത്രയും പേരല്ലേ ഉള്ളൂ, കുറച്ചൊക്കെ സൗണ്ടൊക്കെ കുറച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് കേൾക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആത്മാവിൽ കൈമാറാം. പ്രൈസ് ദി ലോർഡ്. 1,00,000 വേണ്ടിയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. 1,00,000. നിങ്ങൾക്ക് അപ്പോഴും സന്തോഷമില്ലേ? ഞാൻ 1,00,000 മുന്നിൽ പ്രസംഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും, ജിജി ആൻറ്റിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ഒന്നൊരു ആമേൻ പറഞ്ഞേ. പ്രൈസ് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ 1,00,000 കണ്ടാ പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മുമ്പിലിരിക്കുന്നത് 1,00,000 യേശു പോയിടത്തൊന്നും യേശു വിളിച്ചിട്ടല്ല പുരുഷാരം അവനെ ഫോളോ ചെയ്തത്, ആണോ? അല്ല. ഇവൻ്റെ പിറകെ പോയാൽ പ്രൈസ് ദി ലോർഡ് ഇവൻ എന്തൊക്കെയാണെന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ട് പ്രൈസ് ദി ലോർഡ് ഇവൻ ദൈവമാണ്, അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും, രോഗസൗഖ്യങ്ങൾ നടക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമാണെന്നുള്ള ബോധ്യത്തിൽ പുരുഷാരം അവനെ പിന്തുടർന്നതുപോലെ ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. പുരുഷാരം വരും, പുരുഷാരം വരും, പുരുഷാരം വരും. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അപ്പോൾ ഞാൻ എവിടെ പാർക്കുന്നു, ആരോട് കൂടെ പാർക്കുന്നു? പ്രൈസ് ദി ലോർഡ്. പേരും പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. നോക്കിക്കേ, ഇത് കേട്ടിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുകയല്ല. ദൂതൻ എന്താണോ പറഞ്ഞത് അത് അദ്ദേഹം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആർക്കും ഇല്ലാത്തൊരു കാര്യമാണ്. ദൈവം എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് ആ ഭാഗങ്ങോട്ടേക്ക് മറന്നു കളയും. പക്ഷേ ഇവിടെ എന്താണോ ദൈവത്തിൻ്റെ ദൂതൻ തൻ്റെ അഭിഷിക്തനോട് പറഞ്ഞത് അത് അദ്ദേഹം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നൊരു ദൂതുണ്ട്. ദൈവം പറഞ്ഞത് ചെയ്യുവാനിടയായി തീരണം. നിങ്ങളുടെ ഏത് ശുശ്രൂഷയുണ്ടെന്നാണ് ആത്മ പറഞ്ഞത് അത് നിങ്ങൾ ചെയ്തെടുക്കാൻ തക്കവണ്ണം തയ്യാറാകണം. ആരെ സഹായിക്കണമെന്നാണ് ആത്മ പറഞ്ഞത് നിങ്ങൾ സഹായിക്കാൻ തക്കവണ്ണം ഇടയായി തീരണം. രാത്രികാലം മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. രാത്രി ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. ദൈവസഭയിൽ നിന്നും ചില കൊർന്നല്യോസുമാർ എഴുന്നേൽക്കും. നിങ്ങളുടെ ഭവനത്തിൻ്റെ യാഗത്തിൽ നിന്നും ചില കൊർന്നല്യോസുമാർ എഴുന്നേൽക്കും, ചില കൊർന്നല്യോസുമാർ എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുകയാണ്, തലമുറയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് ആത്മ പറയുന്നു, ചില കൊർന്നല്യോസുമാരെ നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ടെന്ന്, ചില കൊർന്നല്യോസുമാരെ നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ടെന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ആമേൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാമല്ലോ. യെസ് ലോർഡ്. എൻ്റെ കുടുംബത്തിൻ്റെ അകത്തിൽ നിന്ന്, എൻ്റെ ദൈവസഭയിൽ നിന്ന് ചില കൊർന്നല്യോസുമാരെ എഴുന്നേൽപ്പിക്കണമേ. പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ മക്കളൊരു കൊർന്നല്യോ